ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് വൻപയർ നമ്മൾ ബീഫും ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്തില്ലേ എന്ന് പറയുന്നത് റോസ്റ്റ് ചെയ്തെടുക്കുക. ചിലവർ മെഴുക്ക് വരട്ടി എന്ന് പറയും, ചിലവർ റോസ്റ്റ് എന്ന് പറയും. ഞങ്ങളിവിടെ റോസ്റ്റ് ചെയ്യും. അതിന് നമ്മൾ രാവിലെ എന്നാൽ അത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ചേരുന്ന ചേരുവകൾ എന്താണെന്നൊക്കെ വെച്ചാൽ, കടുക് പൊട്ടിക്കാനായിട്ട് വറ്റലമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കൊച്ചുള്ളി, പിന്നെ അതിൻ്റെ മസാല മുളക് പൊടി, പെരുംജീരകവും കുരുമുളകും കൂടെ പൊടിച്ചത്, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി. നമുക്കിനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി വരാം. നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നല്ലോണം ചട്ടി ചൂടായി കിടക്കുക. കാരണം ഞാൻ ചോറ് വാർത്തിട്ടാണ് ചീനിച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തത്. അപ്പം നല്ലോണം എണ്ണ ചൂടായിട്ടുള്ളു. അതിനകത്തൂടെ നമുക്ക് 2-3 ഉലുവ കഷ്ണവും ഇച്ചിരി കടുക് ഇടാം. വേണ്ടേ, ഉലുവ നമ്മളിട്ടെ. ഉലുവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, 3-4 എണ്ണേ ഉള്ളൂ. ഇത്തിരി ഇട്ടാൽ കഴിക്കും. ഇതാ കടുക്. ഇത്രയും നല്ലതായിട്ട് ആ കടുക് പൊട്ടണമെങ്കിൽ ആ ചീനിച്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കൊടുക്കും. അടിയിൽ നമ്മൾ നല്ല തീ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളി ഇട്ട് കടുക് പൊട്ടിക്കുക. പച്ചമുളകും കൊച്ചുള്ളി ഇട്ട് എന്തെങ്കിലൊരു അതിൻ്റെ ഉച്ചയ്ക്കായതുകൊണ്ടാണ് അത് മൂത്ത് വരുന്നുണ്ട്. കരിഞ്ഞല്ല, മൂത്ത് നല്ലോണം വരുന്നുണ്ട്. അപ്പം നമ്മളതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് ഇടാം. തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ചൂടത്ത് തേങ്ങാക്കൊത്ത് ഒന്ന് ഇളക്കിട്ട് തീ അങ്ങ് കുറയ്ക്കുവാണ്. ഭയങ്കര തീ. ഇതിൻ്റെ അനിയത്തിന് ചീനിച്ചട്ടിയും കൂടെ ആയാലും അതൊന്നത് നമുക്ക് അതിനകത്തോട്ട് ഈ കൊച്ചുള്ളി, പച്ചമുളകും കറിവേപ്പിലയും കൂടെ, കൊച്ചുള്ളി കറിവേപ്പിലയും മാത്രമല്ല, അതിനകത്ത് വെളുത്തുള്ളി ഉണ്ട്. ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് അത്. നമ്മൾ വൻപയർ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വയ്ക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ കുക്കറിലല്ല വേവിക്കുന്നത്. ഞാൻ ചരുവത്തി വെച്ച് വേവിക്കുകയായിരുന്നു. അത് നല്ലോണം വേണമെന്ന് പറയാൻ വെന്ത് നല്ല വേവാകുമ്പോൾ നമ്മളതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അത് കല്ലിക്കും. നല്ല പെട്ടെന്ന് ഉള്ളി വാടുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളി വാടിക്കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എന്ത് ഇടുന്നത്, മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ലത്തില്ല, മുളക് പൊടി, പെരുംജീരകവും കുരുമുളകും കൂടെ പൊടിച്ചത്, മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. തേങ്ങയൊക്കെ നല്ല വൃത്തിയായിട്ട് മൂത്തിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ടായിരുന്നു. ചട്ടി നേരത്തെ വെച്ചിട്ടായത് കാരണം പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. പിന്നെ വായുവിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഒരു നേരമൊക്കെ കഴിക്കുന്നതിന് യാതൊരു പ്രശ്നം വരത്തില്ല. ഞാൻ വെളിയിലിട്ടാണ് ഉണ്ടാക്കുന്നത്. വെളിയിൽ അകത്താവുമ്പോഴത്തേന് നല്ല ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് കിട്ടത്തില്ല. ഉള്ളിയെല്ലാം അതൊന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടിയൊക്കെ വെച്ചേക്കണമല്ലോ, അതെല്ലാം കൂടെ മസാലക്കൂട്ടും എല്ലാം കൂടെ ചേർത്ത് വേണ്ട പയറിരിക്കുന്നുണ്ടോ. നമുക്കപ്പോൾ അതിനകത്തോട്ട് ഈ മസാല ഇടാം.
എന്തൊക്കെയാണെന്നറിയാമല്ലോ. മുളക് പൊടി, പെരിഞ്ജീരകവും കുരുമുളകും, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി. നമുക്കിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് കരിയണ്ട. കരിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ കണ്ടോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കണ്ടോ, അടിപൊളി. ആയില്ല. ഇതാ ഇളക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പ് ഇടണം. ഇതായി ഇരിക്കുന്ന കരിയാപ്പിലയും കൂടെ ഇടാം. ഉപ്പ് ഇട്ട് കരിയാപ്പില. അപ്പോൾ ഇതൊന്നും മയപ്പെടട്ടെ. നല്ല അടിപൊളിയായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഉണ്ടാക്കിയ പാത്രം കണ്ടോ, പയർ വേവിച്ച പാത്രമാണിത്. അതിൻ്റെ അടിയിലിരുന്ന പയറിൻ്റെ വെള്ളവും എല്ലാം കൂടി ഇച്ചിരി കൈ കൊണ്ട് ശകലം തളിച്ചിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്തിനറിയാം, ഈ മസാല എല്ലാം ഒന്ന് പിടിക്കാനായിട്ട്. അപ്പം ഉപ്പുമൊക്കെ ഇട്ട് നല്ല മണവും വരുന്നുണ്ട്. കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കാരണം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എളുപ്പമുള്ളതല്ലേ, പെട്ടെന്നാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യവും പെട്ടെന്നാവും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും കാണുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.